ന്യൂട്രിയൻ റിച്ചായ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഷുഗർ ഫ്രീ ഓവർനൈറ്റ് ഓട്സാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓവർനൈറ്റ് ഓട്സിൻ്റെ ബെനിഫിറ്റ്സിന് ഒരു നീണ്ട നിര തന്നെ കാണാം. ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യുന്നു, വെയ്റ്റ് ലോസ് ഉണ്ടാകുന്നു, അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ്. അതുകൊണ്ട് എൻ്റെ അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു ഓവർനൈറ്റ് ഓട്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ സാൻഡി ജോർജ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാനായിട്ട് റോൾഡ് ഓട്സാണ് ഏറ്റവും ഹെൽത്തി. എൻ്റെ അടുത്ത് റോൾഡ് ഓട്സ് ഉണ്ടായിരുന്നില്ല, സാധാരണ ഓട്സാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഓട്സ് വാങ്ങുമ്പോൾ റോൾഡ് ഓട്സ് വാങ്ങാൻ ശ്രമിക്കുക. ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണിക്കാം. ഞാൻ 1/2 ഗ്ലാസ് മിൽമയുടെ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ 1/2 ഗ്ലാസ് പാലിനകത്തേക്ക് ഞാൻ 1 ഗ്ലാസ് സാധാരണ നോർമൽ വാട്ടറും കൂടെ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം മിൽക്കിലും ഇത് ഉണ്ടാക്കാം. വീട്ടിൽ ബദാം ഇരിപ്പുണ്ടെങ്കിൽ ഒരു 8 ബദാം തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. രാവിലെ അത് തൊലി കളഞ്ഞിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബദാം മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തും ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാം. ഈ പാല് നമുക്ക് തിളപ്പിച്ചിട്ട് പിന്നെ അത് തണുപ്പിച്ചെടുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ അതിനകത്തേക്ക് ഓട്സ് മിക്സ് ചെയ്യാവുള്ളൂ. തണുത്ത പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി പാലിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചിയ സീഡ് ചേർത്ത് കൊടുക്കാം. ചിയ സീഡ് ഫൈബറിൻ്റെ നല്ലൊരു സോഴ്സാണ്. ഇത് കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുക്കണം. നല്ല തിക്കായിട്ടുള്ളതാണ് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ 1-1.5 ടേബിൾ സ്പൂൺ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഓട്സ്, അതായത് 20 ഗ്രാംസ് ഓഫ് ഓട്സ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. രാത്രിയിൽ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഓട്സ് രാവിലെ എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഹണി വെയ്റ്റ് മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 2 ചെറിയ പഴം വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കണം. ചെറുപഴം ചേർക്കുന്നതാണ് നല്ലത്. നേന്ത്രപ്പഴം കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്ത് ഫ്രൂട്ട്സാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇത് 1 ആപ്പിള് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തതാണ്. വിറ്റാമിൻ സി ആൻഡ് ഡി ധാരാളം അടങ്ങിയിട്ടുള്ള ആപ്പിൾ വെയ്റ്റ് ലോസിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് ഉണക്കമുന്തിരി കഴുകിയെടുത്തതാണ്. നമ്മുടെ ആവശ്യത്തിന് ഉണക്കമുന്തിരി ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് സ്റ്റീം ചെയ്തെടുത്ത ഫ്രഷ് കോണാണ്. ഫൈബർ റിച്ച് ആയിട്ടുള്ള കോൺ വെയ്റ്റ് ലോസിന് മികച്ചതാണ്. ഇനി ഞാൻ അനാറാണ് ചേർത്ത് കൊടുക്കുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ട്യൂമർ പ്രോപ്പർട്ടികളാണ് അനാറിലുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ചേർത്ത് കൊടുക്കാനുള്ളത് പംകിൻ സീഡ്സ് ആണ് കേട്ടോ. ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള പംകിൻ സീഡ്സിൽ ഹെൽത്തി ഫാറ്റ്സ് ആൻഡ് ഫൈബറും അതുപോലെ മാഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട്. ഫൈനലി നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഈ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ധാരാളമുള്ള സിനമൺ സാധാരണ എല്ലാവരും വെയ്റ്റ് ലോസിന് ഉപയോഗിക്കുന്നതാണ്.
ടോപ്പിങ്ങിന് ഒരു 1/2 ടീസ്പൂൺ ഹണിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓവർനൈറ്റ് ഓട്സ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഓവർനൈറ്റ് ഓട്സ് തയ്യാറാക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഓവർനൈറ്റ് ഓട്സിൻ്റെ ഫൈനൽ ലുക്ക്. കാണാനൊരു ലുക്കൊക്കെ ഉണ്ടല്ലേ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി കഴിക്കണേ. ഞാനിന്ന് ഉണ്ടാക്കിയ ഓവർനൈറ്റ് ഓട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്